ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘം 3 കോടി രൂപയ്ക്ക് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണനെ ഫോണിൽ ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയം. ജൂലൈ 6-ന് വാട്സ്ആപ്പ് വഴി എത്തിയ ഈ വ്യാജ ഫോൺ കോളിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ കോഴിക്കോട് സൈബർ സെല്ലിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇപ്പോൾ അടിയന്തര അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വയനാട് എംപിയുടെ ഓഫീസിൽ നിന്നുള്ള രാജ്കുമാർ എന്ന് പരിചയപ്പെടുത്തിയ ഒരു അജ്ഞാതനാണ് പൂർണ്ണമായും ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് എംഎൽഎയെ തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ചത്. സംസ്ഥാന മന്ത്രിസഭ പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്നും തുക കൈമാറിയാൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു തരാമെന്നുമായിരുന്നു വിളിച്ചയാളുടെ വാഗ്ദാനം. കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രമുഖ എംപിയാണ് നമ്പർ തന്നതെന്ന അവകാശവാദം കൂടിയായപ്പോൾ എംഎൽഎക്ക് സംശയമായി. തട്ടിപ്പുകാരെ കൃത്യമായി വലയിലാക്കുക എന്ന തന്ത്രപരമായ നീക്കത്തോടെ തുക നൽകാമെന്ന് താൽക്കാലികമായി സമ്മതിച്ച വിദ്യാ ബാലകൃഷ്ണൻ തുടർന്ന് പ്രസ്തുത എംപിയെ വിളിച്ച് കാര്യം അന്വേഷിച്ചു. AICC ആസ്ഥാനത്ത് നിന്നെന്ന വ്യാജേന തന്നെയും ഒരാൾ വിളിച്ച് ജില്ലയിലെ 2 MLA-മാരുടെ നമ്പറുകൾ വാങ്ങിയിരുന്നുവെന്ന് കോഴിക്കോട്ടെ എംപി വെളിപ്പെടുത്തിയതോടെ ദുരൂഹത ഇരട്ടിച്ചു. ഇതോടെ ഇരുവരും ചേർന്ന് കോൺഗ്രസ് നേതൃത്വവുമായും പ്രിയങ്ക ഗാന്ധിയുടെ ഡൽഹി ഓഫീസുമായും നേരിട്ട് ബന്ധപ്പെടുകയും അവിടെ നിന്ന് അത്തരമൊരു ഫോൺ കോൾ പോയിട്ടില്ലെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെയാണ് വലിയൊരു തട്ടിപ്പ് നീക്കമാണ് നടന്നതെന്ന് വ്യക്തമായതും ജൂലൈ 11-ന് MLA കോഴിക്കോട് സൈബർ സെല്ലിൽ രേഖാമൂലം പരാതി കൊടുത്തതും. കോളിന്റെ ഉറവിടം ഡൽഹി തന്നെയാണെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഉന്നത നേതാക്കളുടെ പേരുകൾ ദുരുപയോഗം ചെയ്ത് ജനപ്രതിനിധികളെ വഞ്ചിക്കാൻ ശ്രമിച്ച സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം കണ്ടത്. കേസ് നിലനിൽക്കുന്നതിനാൽ വിഷയത്തിൽ പരസ്യ പ്രസ്താവനകൾക്കില്ലെന്നും പാർട്ടിയാണ് കാര്യങ്ങൾ ഔദ്യോഗികമായി വിശദീകരിക്കേണ്ടതെന്നും MLA വ്യക്തമാക്കിയിട്ടുണ്ട്.